കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വര ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ഒരു വ്യക്തി, ഒരു കുടുംബം ഉന്നതി പ്രാപിക്കാത്തതിന് കാരണം എന്താണെന്ന് ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാതെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ പോയി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉന്നതി വേണോ, നമുക്ക് കൂടുതൽ ദൈവാനുഗ്രഹം വേണോ എങ്കിൽ ദൈവവചനം ശ്രവിക്കണം. അവിടുത്തെ വചനം ശ്രവിക്കുന്ന ആ നിമിഷം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കും. നാം ദൈവസ്വരം കേൾക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ വസിക്കും. നമ്മുടെ ഉള്ളിലെ തിന്മകൾ വിട്ടുപോകും. അന്ധകാരമായ ഒരു മുറിയിലേക്ക് വെളിച്ചം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പാപവും ബന്ധനങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു മാറ്റും. അതുകൊണ്ട് ദൈവസ്വരം ശ്രവിക്കുക. ഈ വചനം ശ്രവിച്ചാൽ മാത്രം പോരാ, ആ വചനം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതമാണ്. എങ്കിലും വചനം കേൾക്കാൻ ഒരു വ്യക്തി തീരുമാനിക്കുമ്പോൾ ആ വചനത്തിൽ നിലനിൽക്കുവാൻ, ആ കൃപയിൽ വളരുവാൻ ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുകയാണ്. നമുക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കാം, പാപത്തിൽ നിന്ന് അകന്നിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, അവിടുത്തെ വചനം ശ്രവിക്കുവാനും ആ വചനം അനുസരിച്ച് ജീവിക്കുവാനും പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുഞ്ചിരിയിൽ മറയുമെൻ ദുഃഖമെല്ലാം, ഒരു നറുമൊഴിയിൽ തീരുമെൻ വ്യഥകളെല്ലാം. സങ്കടമാമോഹങ്ങൾ ഉള്ളിലൊതുക്കി നിൻ സന്നിധിയണയുന്നു ഞാൻ. സങ്കടമാമോഹങ്ങൾ ഉള്ളിലൊതുക്കി നിൻ സന്നിധിയണയുന്നു ഞാൻ. യേശുവേ, നീ മാത്രമാണേക ആശ്രയം. യേശുവേ, നീ മാത്രമാണെന്റെ ആലംബം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.